Lesson Computer Science, Chapter 11, Computer Networks, Part 4. And last class we discussed about the guided medium and unguided medium. Today we are discussing about the wireless communication technologies using radio waves. അപ്പോൾ ഈ റേഡിയോ വേവ്സ് യൂസ് ചെയ്ത് എന്തൊക്കെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എന്തൊക്കെയാണെന്നുണ്ടെന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളതാണ്, മൊബൈൽസിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യാറുള്ള ഒന്നാണ് ബ്ലൂടൂത്ത്. സോ ഫസ്റ്റ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസിങ് റേഡിയോ വേവ് ഈസ് ബ്ലൂടൂത്ത്. Bluetooth technology uses radio waves in the frequency range of 2.402 GHz to 2.480 GHz. ഈ ഒരു ചെറിയ ഫ്രീക്വൻസി റേഞ്ചിലാണ് ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ റേഡിയോ വേവ്സ് ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതൊരു നമ്മൾ തന്നെ യൂസ് ചെയ്യേണ്ട മൊബൈൽ ഒരു ലോങ് ഡിസ്റ്റൻസിലൊന്നും നമുക്ക് പറ്റില്ല. ഇനി ഷോർട്ട് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. മാക്സിമം അപ്രോക്സിമേറ്റ്ലി 10 മീറ്ററൊക്കെയാണ് നമ്മൾ ആ ഒരു റേഞ്ച് പറയുന്നത്. ആൻഡ് ഇൻ എ വെറൈറ്റി ഓഫ് ഡിവൈസസ് ഫോർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. സോ ബ്ലൂടൂത്ത് ടെക്നോളജി ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഇൻ എ വെറൈറ്റി ഓഫ് ഡിവൈസസ് ഫോർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. സാധാരണയായിട്ട് നമ്മൾ ഏതിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്? ബ്ലൂടൂത്ത് സെൽഫോൺസ്, ലാപ്ടോപ്സ്, മൗസ്, കീബോർഡ്, ടാബ്ലറ്റ്, ഹെഡ്സെറ്റ്, ക്യാമറ, ഇങ്ങനെയുള്ള ഡിവൈസസിലൊക്കെയാണ് ബ്ലൂടൂത്ത് യൂട്ടിലിറ്റീസ് നമ്മൾ സാധാരണയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അറ്റ് എ ടൈമിൽ നമുക്ക് മാക്സിമം 8 ഡിവൈസസ് ഒക്കെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക. അതൊരു ക്യാരക്ടർ തന്നെയാണ്. സോ നെക്സ്റ്റ് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്ലൂടൂത്ത് ട്രാൻസ്മിഷൻ. ലൈൻ ഓഫ് സൈറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് നോട്ട് റിക്വയർഡ്. അതായത് നമ്മൾ ഏതൊക്കെ ഡിവൈസസ് തമ്മിലാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മേ ബി ഒരു സെൽഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ മൗസോ കീബോർഡോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ദർ ഈസ് നോ നീഡ് ഓഫ് എ ലൈൻ ഓഫ് സൈറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ബ്ലൂടൂത്ത് ക്യാൻ കണക്ട് അപ് ടു 8 ഡിവൈസസ് സൈമൾട്ടേനിയസ്ലി. ആൻഡ് ദ സ്ലോ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ് ബ്ലൂടൂത്ത് ഡിവൈസസിലുള്ളത്. മാക്സിമം അപ് ടു 1 Mbps, ദാറ്റ് ഈസ് 1 MB per second ആണ് നമുക്ക് ബ്ലൂടൂത്തിൽ ഡാറ്റ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. സോ ആദ്യം നമ്മൾ പഠിക്കുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ നമ്മൾ 2.40 GHz to 2.480 GHz ആണ് ഫ്രീക്വൻസി റേഞ്ച് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരു ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് സെൽഫോൺസ്, ലാപ്ടോപ്പ്, മൗസ്, കീബോർഡ്, ദെൻ ക്യാമറ, ഇങ്ങനെയുള്ള ഡിവൈസസിലൊക്കെയാണ് ബ്ലൂടൂത്ത് യൂട്ടിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദി ക്യാരക്ടേഴ്സ് ആർ ലൈൻ ഓഫ് സൈറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് ആർ നോട്ട് റിക്വയർഡ്. ആൻഡ് ബ്ലൂടൂത്ത് ക്യാൻ കണക്ട് up to 8 devices simultaneously, and it has a slow data transfer rate, that is up to maximum 1 MB per second. And next is Wi-Fi. Wi-Fi means wireless fidelity. വയർലെസ് ഫിഡിലിറ്റി നമ്മൾ മൊബൈൽസിൽ യൂസ് ചെയ്യാറുള്ളതാണ്. ആൻഡ് വൈഫൈ നെറ്റ്വർക്ക് മേക്സ് യൂസ് ഓഫ് റേഡിയോ വേവ്സ് ടു ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ അക്രോസ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലേക്ക് ഡാറ്റ അല്ലെങ്കിൽ റേഡിയോ വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈഫൈ യൂസ് ചെയ്യാറുള്ളത്. അക്രോസ് എ നെറ്റ്വർക്ക് ലൈക്ക് സെൽഫോൺസ്, ടെലിവിഷൻസ് ആൻഡ് റേഡിയോസ്. ഈ കാലങ്ങളിൽ നമ്മൾ ടെലിവിഷനിലൊക്കെ വൈഫൈ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാറുള്ളതാണ്. ഡാറ്റ നമുക്ക് റേഡിയോ വേവ്സ് അപ്പം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് റേഡിയോ വേവ് യൂസ്ഡ് വൈഫൈ റേഞ്ച് ഫ്രം ഫ്രീക്വൻസി ഓഫ് 2.4 GHz to 5 GHz ആണ് വൈഫൈയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച്. ആൻഡ് ദിസ് ടെക്നോളജി ഈസ് വൈഡ്ലി യൂസ്ഡ് ടു ഷെയർ ഇൻ്റർനെറ്റ് കണക്ഷൻ വിത്ത് ലാപ്ടോപ്സ് ഓർ ഡെസ്ക്ടോപ്പ്. സാധാരണയായിട്ട് നമ്മൾ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും അതുകൂടാതെ തന്നെ മൊബൈലിലൂടെയും നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഷെയർ ചെയ്യാനൊക്കെയാണ് വൈഫൈ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദി ക്യാരക്ടേഴ്സ് ആർ ലൈൻ സൈറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് ആർ നോട്ട് റിക്വയർഡ്. ബ്ലൂടൂത്ത് പോലെ തന്നെ ഇവിടെയും എന്താണ്? ലൈൻ ഓഫ് സൈറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് ഈസ് നോട്ട് റിക്വയർഡ്. Data transmission speed is up to 54 MB per second, and Wi-Fi can connect more number of devices simultaneously. നമ്മൾ ബ്ലൂടൂത്തിൽ 8 ഡിവൈസസ് ആണ് പറഞ്ഞത്. അതിനേക്കാൾ കൂടുതൽ ഡിവൈസസ് നമുക്ക് വൈഫൈയിലൂടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ അപ് ടു 375 feet, അപ്രോക്സിമേറ്റ്ലി 114 മീറ്ററിലാണ് നമുക്ക് മാക്സിമം കണക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പം
വൈഫൈ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ റേഡിയോ വേവ്സ് എങ്ങോട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്രോസ് ദി നെറ്റ്വർക്കിലേക്ക് റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ റേഡിയോ വേവ്സ് used in Wi-Fi to transmit information across a network like cell phone, television and radios. And the range is frequency range is up to 5 gigahertz, from 2.4 gigahertz to 5 gigahertz. And this technology is mostly used to share internet connection with a laptop, desktop or with any other mobile devices. And characters are like Bluetooth. Line of sight between communication devices are not required in Wi-Fi, and the data transmission speed is up to 54 MB per second. And Wi-Fi can connect more number of devices simultaneously. That is, we can connect more number of devices than Bluetooth, and use it for communication up to 375 feet or 114 meter. And next technology is YMAX. YMAX means worldwide interoperability for microwave access, and it combines the benefits of broadband and wireless also. നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് ആയാലും വൈഫൈ ആയാലും ഒരു ലിമിറ്റ് ഉണ്ട് അതിനകത്ത്. നമുക്ക് ഇത്ര ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഇത്ര ഫീറ്റിലേക്കൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞതുപോലെ. നെക്സ്റ്റ് ഒരു ടെക്നോളജിയാണ് YMAX, വേൾഡ് വൈഡ് ഇൻ്റർഓപ്പറബിലിറ്റി ഫോർ microwave access, and it combines the benefits of broadband and വയർലെസ്സിൻ്റെയും ബ്രോഡ്ബാൻഡിൻ്റെയും ബെനിഫിറ്റ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് YMAX, ആൻഡ് ഇറ്റ് ഹാസ് എ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 2 GHz to 11 GHz. ആൻഡ് YMAX ക്യാൻ പ്രൊവൈഡ് ഹൈ സ്പീഡ് വയർലെസ് ഇൻ്റർനെറ്റ് അക്രോസ് ഓവർ വെരി ലോങ് ഡിസ്റ്റൻസ്. ഒരു ഹോൾ സിറ്റി തന്നെ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇപ്പോൾ വൈഫൈയിലും ബ്ലൂടൂത്തിലൂടെ നമുക്ക് അത്രയും ഒരു റേഞ്ചിലേക്ക് പറ്റില്ല. പക്ഷേ YMAXൽ ക്യാൻ പ്രൊവൈഡ് എ ഹൈ സ്പീഡ് വയർലെസ് ഇൻ്റർനെറ്റ് ആക്സസ് ഓവർ വെരി ലോങ് ഡിസ്റ്റൻസ്. ആൻഡ് YMAX എക്യുപ്മെൻറ്റ് എക്സിസ്റ്റ് ഇൻ 2 ബേസിസ് ഫോം. 2 ഫോമിലാണ്. ബേസ് സ്റ്റേഷൻസ് ഒന്ന്, ആൻഡ് നെക്സ്റ്റ് ഇസ് ബൈ റിസീവേഴ്സ്. ബേസ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾഡ് ബൈ ദി സർവീസ് പ്രൊവൈഡർ ടു ഡിപ്ലോയ് ദി ടെക്നോളജി ഇൻ എ കവറേജ് ഏരിയ. അതായത് ആരാണോ സർവീസ് പ്രൊവൈഡർ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ റിസീവർ, ക്ലയൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു റിസീവറും ആണ്. 2 ടൈപ്പിലാണ് ബേസിക് ഫോംസ് ഓഫ് YMAX നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, YMAX എന്നുള്ളത് വേൾഡ് വൈഡ് ഇൻ്റർഓപ്പറബിലിറ്റി ഫോർ microwave access, that is YMAX, and it combines the benefits of broadband and wireless, and a frequency range up to 11 GHz from 2 GHz, and it can provide high speed wireless internet access over very long distance. ഫോർ ഒരു ഹോൾ സിറ്റി വരെ നമുക്ക് കവറേജ് ഏരിയ കൊടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾറെഡി ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് 2 ബേസിക് ഫോമിലാണ്, ബേസ് സ്റ്റേഷനും അതുപോലെ റിസീവറും. ബേസ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്, അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. ഒരു കവറേജ് ഏരിയയ്ക്ക് വേണ്ടി ഒരു ടെക്നോളജി സർവീസ് പ്രൊവൈഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ബേസ് സ്റ്റേഷനായിട്ട്. ആൻഡ് നെക്സ്റ്റ് ക്ലയൻസ് ആരൊക്കെയാണോ ആ ക്ലയൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു റിസീവർ ആയിരിക്കും സെക്കൻഡ് ഫോം. ആൻഡ് നെക്സ്റ്റ് ഈസ് ക്യാരക്ടേഴ്സ് ഓഫ് YMAX. ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സ് ക്യാൻ കണക്ട് ടു എ സിംഗിൾ സ്റ്റേഷൻ. നമുക്കൊരു സിംഗിൾ സ്റ്റേഷനിലേക്ക് 100-ലധികം ആൾക്കാർക്ക് വരെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ സ്പീഡ് ഡാറ്റയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കണക്ഷൻ അപ് ടു 70 MB per second ഓവർ എ ഏരിയ ഓഫ് 45 കിലോമീറ്റേഴ്സ്. 45 കിലോമീറ്റർ 70 MB per second വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെയും നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് ബിറ്റ്വീൻ ദി കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഇസ് നോട്ട് റിക്വയർഡ്. വെതർ കണ്ടീഷൻസ്, അതായത് മഴ, ഇടിമിന്നൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോൾ ആ സിഗ്നൽസിന് എന്തെങ്കിലും ഇൻട്രപ്ഷൻ സംഭവിക്കാം. ആൻഡ് വെരി ഹൈ പവർ കൺസപ്ഷൻ, പവർ ധാരാളമായിട്ട് കൺസ്യൂം ചെയ്യും. ആൻഡ് ഹൈ കോസ്റ്റ് ഓഫ്, നമ്മൾ പറഞ്ഞു പവർ സ്റ്റേഷൻസ് അങ്ങനെയുള്ള ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഹൈ കോസ്റ്റാണ് ഇൻസ്റ്റാളേഷനും അതിന് ഓപ്പറേഷൻസിനൊക്കെ വേണ്ടി വരിക. അപ്പോൾ YMAX എന്നുള്ളത് വേൾഡ് വൈഡ് ഇൻ്റർഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ് ആണ്. 2 GHz to 11 GHz ആണ് വരുന്നത്. ബേസ് സ്റ്റേഷനും അതുപോലെ തന്നെ റിസീവേഴ്സൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. YMAX ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സിന് അറ്റ് എ ടൈമിൽ തന്നെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ സ്പീഡ് കണക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം അപ് ടു 70 MB per second ആണ് അവരെ
area of 45 kilometer, and here WiMAX does not need a line of sight between communication devices, but some weather conditions like rain, storm, etc. could interrupt the signal, and it consumes the very high power, and the cost of installation and operation is very high. അതാണ് വൈമാക്സിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ആൻഡ് ദി ഫോർത്ത് ടെക്നോളജി ഈസ് സാറ്റലൈറ്റ് ലിങ്ക്. ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് വരെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സാറ്റലൈറ്റ് ലിങ്ക്. നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും സാറ്റലൈറ്റ് ലിങ്കുകളൊക്കെയാണ് യൂസ് ചെയ്യാറ്. ലോങ് ഡിസ്റ്റൻസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം യൂസസ് satellite links for transmitting signals. Signals can be sent to ഒരു geostationary satellite in space. സ്പേസിലുള്ള ജിയോസ്റ്റാഷനറി സാറ്റലൈറ്റിലേക്കാണ് സിഗ്നൽസ് കൺവേർട്ട് ചെയ്യുക. ദെൻ ആ സിഗ്നൽസ് എന്ത് ചെയ്യും, റീഡയറക്റ്റ് ചെയ്തിട്ട് വേറൊരു സാറ്റലൈറ്റിലേക്ക്, അല്ലെങ്കിൽ എവിടെയാണോ ആ ഡെസ്റ്റിനേഷൻ, ആ ഡെസ്റ്റിനേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ടായിരിക്കും റീഡയറക്റ്റ് ചെയ്യുക. ഫ്രം എർത്ത് സാറ്റലൈറ്റ് അപ്പിയേഴ്സ് ടു ബി സ്റ്റേഷനറി ഓൾവേസ് above the same area of Earth. These satellites carry electronic device called transponders for receiving, amplifying and rebroadcasting signal to the Earth. ഈ സാറ്റലൈറ്റിലൊക്കെ ഇലക്ട്രോണിക് ഡിവൈസസ് ക്യാരി ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്പോണ്ടേഴ്സ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിഗ്നൽസ് റിസീവ് ചെയ്യാൻ, ആംപ്ലിഫൈ ചെയ്യാൻ, അതിനുശേഷം ബ്രോഡ്കാസ്റ്റ് ചെയ്യാനൊക്കെയാണ്. സിഗ്നൽസ് റീബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ, എർത്തിലേക്ക് റീബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആ ഇലക്ട്രോണിക് ഡിവൈസസ് സാറ്റലൈറ്റിൽ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസിൽ ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് സാറ്റലൈറ്റ് ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിഗ്നൽസ് സ്പേസിലുള്ള ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിലേക്ക് പോവുകയും അവിടെ നിന്ന് റീഡയറക്റ്റ് ചെയ്ത് ഏതെങ്കിലും വേറൊരു സാറ്റലൈറ്റിലേക്കോ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഏത് ഡെസ്റ്റിനേഷനാണോ ആ ഡെസ്റ്റിനേഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. എർത്തിൽ നിന്ന് നോക്കുമ്പോൾ സാറ്റലൈറ്റ് അപ്പിയേഴ്സ് ടു ബി സ്റ്റേഷനറി, ആൻഡ് ഈ ഓരോ സാറ്റലൈറ്റിലും ഇലക്ട്രോണിക് ഡിവൈസസ് ക്യാരി ചെയ്യുന്നുണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്പോണ്ടേഴ്സ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിലേക്ക് സിഗ്നൽസ് കൊടുക്കുന്നതിന്, ആ സിഗ്നൽസിനെ റീബ്രോഡ്കാസ്റ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ആംപ്ലിഫൈ ചെയ്യാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ഫ്രം എർത്ത് ടു സാറ്റലൈറ്റ് ഈസ് കോൾഡ് അപ്ലിങ്ക്. എർത്തിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള സിഗ്നൽസിൻ്റെ ട്രാൻസ്മിഷനെ അപ്ലിങ്കും, നേരെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ച് റീഡയറക്റ്റ് ചെയ്യണമല്ലോ, സാറ്റലൈറ്റിൽ നിന്ന് എർത്തിലേക്കുള്ളതിനെ ഡൗൺ ലിങ്ക് എന്നാണ് പറയുക. ദർ ആർ മൾട്ടിപ്പിൾ മൈക്രോവേവ് ഫ്രീക്വൻസി ബാൻഡ് വിച്ച് ആർ യൂസ്ഡ് ഫോർ സാറ്റലൈറ്റ് ലിങ്ക്. അപ്പോൾ സാറ്റലൈറ്റ് ലിങ്കിനായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ മൈക്രോവേവ് ഫ്രീക്വൻസി ബാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്ലിങ്കിന് അപ്ലിങ്കിന് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് 1.6 GHz ടു 30 GHz. അതുപോലെ തന്നെ ഡൗൺ ലിങ്കിന് അതിനേക്കാൾ കുറവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 1.5 GHz ടു 20 GHz ആണ്. അതൊരു പോയിൻ്റായിട്ട് തന്നെ പഠിക്കുക കേട്ടോ എല്ലാവരും. ഡൗൺ ലിങ്ക് ഫ്രീക്വൻസി ഈസ് ഓൾവേസ് ലോവർ ദാൻ അപ്പർ ലിങ്ക് ഫ്രീക്വൻസി. ആൻഡ് ദി സാറ്റലൈറ്റ് സിസ്റ്റം ഈസ് വെരി എക്സ്പെൻസീവ് ബട്ട് ഇറ്റ്സ് കവറേജ് ഏരിയ ഈസ് വെരി ലാർജ്. വളരെയധികം എക്സ്പെൻസീവ് ആണ്, പക്ഷേ കവറേജ് ഏരിയ അത്രയും ലാർജാണ്. സാധാരണയായിട്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ്റ്സ്, അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന ഏതെങ്കിലും ഓർഗനൈസേഷനൊക്കെയാണ് സാധാരണയായിട്ട് ഈ സാറ്റലൈറ്റ് ഇതൊക്കെ ഓൺ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ സിഗ്നൽസ് എർത്തിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ളതിന് അപ്പ് ലിങ്ക് എന്നും സാറ്റലൈറ്റിൽ നിന്ന് എർത്തിലേക്കുള്ളതിന് ഡൗൺ ലിങ്ക് എന്ന് പറയുക. രണ്ടിൻ്റെയും മൾട്ടിപ്പിൾ മൈക്രോവേവ് ഫ്രീക്വൻസി ബാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പ് ലിങ്കിനാണ് എപ്പോഴും കൂടുതൽ വരുന്നത്, ഡൗൺ ലിങ്കിന് കുറവാണ്. അപ്പ് ലിങ്കിന് 1.6 ടു 30 GHz ആണ് വരിക. അതുപോലെ ഡൗൺ ലിങ്കിന് 1.5 ടു 20 GHz ആണ് വരിക. എക്സ്പെൻസീവ് ആണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആർ നോർമലി ഓൺഡ് ബൈ ഗവൺമെൻറ്റ്സ് ഓർ ബൈ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഓർഗനൈസേഷൻ ഓഫ് വേരിയസ് കൺട്രീസ്. അപ്പോൾ ഈ 4 ടെക്നോളജിയാണ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസാണ് നമ്മൾ റേഡിയോ വേവ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ബ്ലൂടൂത്ത്, വൈഫൈ, വൈമാക്സ് ആൻഡ് സാറ്റലൈറ്റ്. അതിൽ ബ്ലൂടൂത്ത് എന്നുള്ളത് ഇറ്റ് യൂസസ് റേഡിയോ വേവ്സ് ഇൻ ദി ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 2.402 GHz to 2.480 GHz and it transmit the data in short distance. Then Wi-Fi ആണ് പഠിച്ചത്. Wi-Fi means wireless fidelity. It uses radio waves to transmit information across a network like cell phone, mobile phones, cell phones, radio, etc. And it has a range of 204
2 gigahertz to 5 gigahertz in a short distance. And next, third one is YMAX, wireless microwave access. It uses microwaves to transmit information across a network in a range 2 to 11 gigahertz over a long distance. And the fourth one is satellite. It is the ground stations are connected via satellite. The data signals transmitted from earth to satellite, that is uplink, and from satellite to earthlink, that means downlink. Downlink. Hope all these topics are clear to you. Oh, sorry, one more point. Characteristics of transmission using satellite link. Satellite link cover a large area of earth, and the system is expensive, requires legal permission and authorization. Hope all these topics are clear to you. Thank you, students.